ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ഒരു യാത്ര പോകുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയും ആ യുവതിയുടെ ഭർത്താവും മറിയാമും ജോസഫും. അവർ ആ യാത്ര തുടങ്ങുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ, തങ്ങളുടെ ഈ യാത്ര ദൈവം മീഖാ പ്രവാചകനിലൂടെ 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കണം എന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ് തങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റുവാനായി റോമൻ ചക്രവർത്തിയുടെ ഒരു ഉത്തരവ് വരികയാണ്. ഓരോരുത്തരും തങ്ങളുടെ വംശപരമായ സ്വദേശത്തേക്ക് പോയി ജനസംഖ്യ രജിസ്ട്രേഷനിൽ പേരെഴുതിക്കണം എന്നുള്ള ആ റോമൻ ചക്രവർത്തിയുടെ കൽപ്പന. ജോസഫിൻ്റെ വംശം ദാവീദ് രാജാവിൻ്റെ വംശമായതുകൊണ്ടും ദാവീദിൻ്റെ പട്ടണം ബെത്ലഹേം ആയതുകൊണ്ടും ദാവീദ് വംശത്തിൽ പിറന്ന എല്ലാവരും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത് ആ ബെത്ലഹേമിലേക്കാണ്. തൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ കൂടി നീതിമാനായ ജോസഫ് ഈ ജനന രജിസ്ട്രേഷനിൽ ഒരു കള്ളത്തരവും കാണിക്കണ്ട എന്ന് കരുതിയാകണം വളരെ അസൗകര്യങ്ങളുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയുടെ ഈ മാസങ്ങളിൽ ഏകദേശം 120 കിലോമീറ്റർ ദൂരമുള്ള യൂദയായിലെ ബെത്ലഹേമിലേക്ക് മറിയത്തിന് നസ്രത്തിൽ ലഭിക്കാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് താൻ ഇതുവരെ യാത്ര ചെയ്യാത്ത സാഹചര്യങ്ങളിലൂടെ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ മാത്രമുള്ള അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു ദീർഘയാത്ര പുറപ്പെടുന്നത്. പ്രസവകാലം അടുത്ത മറിയം തൻ്റെ സ്നേഹനിധിയായ ഭർത്താവിനെ എത്ര തവണ ആരാധനയോടെ ആ യാത്രയിൽ നോക്കിയിട്ടുണ്ടാകും അല്ലേ? തന്നോടുള്ള അഗാധമായ പ്രേമത്താൽ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് ആ കുഞ്ഞിനോടുള്ള ബഹുമാനത്താൽ തന്നെ ഇത്രമാത്രം ദുഷ്കരമായ ഈ യാത്രയിൽ കരുതുന്ന തൻ്റെ സ്വന്തം ജോസഫിനെ ആരാധനയോടെ നോക്കുന്ന മറിയം, ഒരുപക്ഷെ ജോസഫിനെ ശുശ്രൂഷിക്കുവാൻ ആ അമ്മ മനസ്സും തയ്യാറായിട്ടുണ്ടാകും അല്ലേ? പരസ്പരം ധൈര്യപ്പെടുത്തിയും പരസ്പരം ആശ്വസിപ്പിച്ചും പരസ്പരം ഈറനണിയുന്ന കണ്ണുകൾ തുടച്ചും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുള്ള ഒരു ദുർഘടമായ യാത്ര. ഇന്ന് ഓരോ കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും നാം അറിയാതെ ഇങ്ങനെയുള്ള ദുർഘടമായ ബെത്ലഹേം യാത്രകൾ നടത്തുന്നവരാണോ? നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ ശാന്തമായ ഒഴുക്കിനെതിരെ വരുന്ന പലവിധത്തിലുള്ള തടസ്സങ്ങൾ, ഈ സമയങ്ങളിലെല്ലാം പരസ്പരം ബഹുമാനത്തോടെ പരസ്പരം ആരാധനയോടെ ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ബെത്ലഹേം യാത്രയെപ്പോലെയുള്ള ദുർഘട യാത്ര നടത്തി മുന്നോട്ടു പോകുവാൻ ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ ഒരടയാളമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരസ്പരം ആശ്വസിപ്പിച്ചും പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ചും കുടുംബത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കത്തക്കവണ്ണമുള്ള വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ദൈവ പദ്ധതി എന്താണ് എന്നറിയാത്ത ബെത്ലഹേം യാത്രകൾ നടത്തുവാൻ അന്ന് അമ്മ മറിയമും ജോസഫും സഹിച്ച സഹനങ്ങളിലൂടെ പരസ്പരം ബലപ്പെടുത്തിയും മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്കും കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.